दादा दादा वह हमारा नहीं है। मुझे पता हूँ तुम जावो। അവനെ വളർത്തിയത് ഞാനാണെങ്കിൽ കൊല്ലുന്നതും ഞാനായിരിക്കും. സീത, സീത, താനിങ്ങനെ കരയില്ലടോ. എല്ലായിടത്തും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടിപ്പോ ഇങ്ങനെ കരഞ്ഞു തളർന്നിരിക്കാതെ. ഞാൻ കാരണം അച്ഛമോള് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ലടോ. എടോ, അച്ചുമോൾ ഇപ്പൊ ഓക്കെയാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല. താൻ കണ്ടില്ലേ അവള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്? താൻ വന്നതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ സായി അവൻ എതിർക്കണമെന്ന് കരുതിയതാ. അതിനുള്ള ധൈര്യം ഇല്ലാണ്ട് പോയി എനിക്ക്. അച്ഛൻ എന്തെങ്കിലും ആപത്ത് വന്നാലോന്ന് ഭയന്നു പോയി ഞാൻ. എന്റെ അമ്മൂനെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവന്റെ മുമ്പിൽ എന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് കരുതിപ്പോയി ഞാൻ. സീത, താൻ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. താൻ കണ്ണൊക്കെ തുടയ്ക്കണോ സീത? എടോ, തനിക്ക് ഈ കണ്ണുനീരൊന്നും ഒട്ടും സെറ്റ് ആവണില്ല കേട്ടോ. എനിക്ക് ആ പഴയ സീതയാ ഇഷ്ടം, ആ വാശിക്കാരി സീത തമ്പുരാട്ടിയെ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. താൻ എന്തായാലും റെസ്റ്റ് എടുക്ക്. മോനെ, നീ എവിടെ പോയി കിടക്ക? ഞാൻ ചത്താലെങ്കിലും നിന്നെ ഇങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കോ? ദേ പുന്നാര മോനെ, ഒപ്പിക്കാനുള്ളതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എടാ, എനിക്കിവിടെ നിന്ന് എണീക്കാൻ വയ്യടാ. അവന്റെ കണ്ണീന്ന് ഒരു കണക്കിനാ ഞാനിവിടെ മറഞ്ഞു നിക്കണേ. കാൽക്കുള്ളമ്പടെ ചുട്ടണക്കെണ്ണ കാറ്റുരുന്നൊടെ വേട്ടയാടണതാരിതുപടെ എട്ടു ദിക്കിലും മാമണിയടെ കൂരിരുട്ടില് കാൽക്കുള്ളമ്പടെ. ആടാ, ഞാനിപ്പോ വരാം. ആരാ ഇവിടെ? ഞാൻ പല തവണ നിനക്ക് വാണിംഗ് തന്നു, പക്ഷേ നീ അത് തെറ്റിച്ചു. ഇനിയിപ്പോ എന്താ? എനിക്കാണെങ്കില് ദേഷ്യം വന്ന പിന്നെ എന്നെ തന്നെ ഇഷ്ടല്ല. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല.
അപ്പൊ എങ്ങനെയാ, ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയായ സ്ഥിതിക്ക് പോവാ റെഡിയല്ലേ? ഡയറക്റ്റ് ഫ്ലൈറ്റാ അങ്ങ് പരലോകത്തേക്ക്. വേണ്ട വേണ്ട, പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞാനിനി ഒന്നിനും വരില്ല. ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോളാം. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാൻ ഇനി ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ ഇനി ഒന്നിനും വരില്ല. ക്ഷമ അതെന്നോടല്ല ചോദിക്കേണ്ടേ. നാളെ നേരം പുലരുമ്പോ നീ നാട്ടിലുണ്ടാവരുത്. ഇനി മേലാൽ എന്റെ പെണ്ണിന്റെ നേരെ അങ്ങാനും നിന്റെ നിഴല് വീണെന്ന് ഞാൻ അറിഞ്ഞ പച്ചയ്ക്ക് കത്തിക്കും നിന്നെ. അമ്മ നേരത്തെ എഴുന്നേറ്റോ? ഇന്നലെ വൈകിയല്ലേ കിടന്നത്? എന്ത് ചെയ്യാൻ എന്റെ കുട്ടി, എന്നും എണീക്കണ നേരാവുമ്പോ അറിയാണ്ട് അങ്ങോട്ട് എണീറ്റ് പോവും. മോളെ, ഈ ചായ മുകളിലുള്ളവർക്ക് കൊണ്ടു കൊടുക്ക്. ഞാനിത് അച്ഛന് കൊടുക്കട്ടെ. അതിന് അവരാൽ എഴുന്നേറ്റ് കാണില്ല. അത് ശരിയാ. എന്നാലും എണീക്കുമ്പോ ഒരു ചായ കുടിച്ച ഇന്നലത്തെ ക്ഷീണത്തിനൊക്കെ നല്ല കുറവ് കിട്ടും. അമ്മയ്ക്ക് കാലിന് തീരെ വയ്യാത്തോണ്ടാ. ഇല്ലെങ്കിൽ അമ്മ തന്നെ കൊടുത്തേനെ. അയ്യോ അമ്മേ, കാലിന് ഇതെന്ത് പറ്റി? കുഴമ്പ് പറ്റി തരട്ടെ ഞാൻ? വേണ്ട മോളെ, ഇന്നലെ ഒരുപാട് നേരം നിന്നത് കൊണ്ടാവും കാലിന് വേദന. പിന്നെ എന്റെ മോൾ അമ്മയോട് ഇങ്ങനെയൊക്കെ കരുതല് കാട്ടിലോ, അത് മതി ഈ അമ്മയ്ക്ക്. മോളിപ്പ ചെല്ല്. ഹായ്, ഗുഡ് മോർണിംഗ് സീത. ചായ? താങ്ക്സ് ഡോ. ഞാൻ ഇപ്പതാ ഓർത്തേ ഉള്ളൂ ഒരു ചായ കിട്ടിയെങ്കിലെന്ന്. കാവില് തിരി ചെത്തിയോ നീ? ഇതാ ചായ. അച്ചുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? കുറവുണ്ട്. എന്നാ ഞാൻ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ലച്ചു, ഒന്നവിടെ നിന്നേ. എങ്ങനാ എന്റെ മോൾക്ക് പനി വന്നേ? ഇന്നലെ മഞ്ഞ കൊണ്ടത് മാത്രാണോ? ലച്ചു, പറയാൻ എന്താ ഇന്നലെ നടന്നേ? പറ ലച്ചു, എന്താ ഇതൊക്കെ?
ലച്ചു, ഇതെന്തൊക്കെയാ? എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. നിനക്കോ മോൾക്കോ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? അമ്മു, ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിക്കാൻ അയാൾ സമ്മതിച്ചില്ലല്ലോ. അർണവ് അയാളില്ലായിരുന്നേ എന്റെ ദേവരെ, ദയവായിട്ടാ അയാൾ ഈ നാട്ടിലെത്തിച്ചേ. ചായ കൊണ്ടുപോയി വെക്കണോ? ഇയാള് നല്ല ഉറക്കമാണല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങല്ലേ, ഉറങ്ങട്ടെ. അല്ലെങ്കിൽ വേണ്ട, ചായ കൊണ്ടുപോയി വെക്കാം. ഞാനെന്തിനാ ഇങ്ങനെ മടിക്കണേ? അയാളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയല്ലേ വരൂ. ഇയാൾ ഈ നേരം കൊണ്ട് എങ്ങോട്ട് പോയി? ഇത്ര നേരം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ. എടോ എടോ, താൻ എന്തായി കാണിക്കുന്നേ? എന്നെ വെട്ടേ, വിടാൻ. ഐഷ്, പോവല്ലേ. ഞാൻ എന്ത് ചെയ്തു? താനല്ലേ എനിക്ക് ചായ തരാതെ പോയത്? അത് പിന്നെ ചായയല്ലേ ഇത് അവിടെ വെച്ചിരിക്കുന്നേ. അവിടെ നിക്ക്, ഞാൻ പറയട്ടെ. എന്നിട്ട് താനെന്തിനാ എന്നെ എത്തി നോക്കിട്ട് തിരികെ പോയേ? അത് പിന്നെ ഇയാൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അല്ലാതെ എന്താ? അല്ലാതൊന്നുമില്ല. ഓഹോ, അപ്പൊ സീത മേഡത്തിന് എന്നെ കുറിച്ച് കുറച്ചെങ്കിലും കരുതലൊക്കെ ഉണ്ടല്ലേ? എനക്കത് പോതും സീത. ഇയാളിത് എന്ത് ഭാവിച്ചാ ഓരോന്ന് പറയണേ? സീത, എത്ര വട്ടാ ഞാൻ പറയാ, എനിക്ക് തന്നെ അത്രയ്ക്കിഷ്ടാടോ. തനിക്ക് എന്നോട് ഒരു തവണ പോലും ഫീലിങ്സ് തോന്നിയിട്ടില്ലേ? ഇയാളോട് പറഞ്ഞിട്ടേ ഒരു കാര്യവും ഇല്ല. എനിക്ക് തന്നോട് ഒരു കുന്തവും തോന്നിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യും സീത, എത്ര നാള് വേണമെങ്കിലും. എന്നെങ്കിലും താൻ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കും, അതെനിക്ക് ഉറപ്പാ. താൻ വേണമെങ്കിൽ നോക്കിക്കോ. ഓഹോ, അങ്ങനെയാണോ? നമുക്ക് കാണാം. ഇയാള് ശ്രമിച്ചു നോക്ക്, ഈ സീതയുടെ മനസ്സില് കയറി പറ്റാൻ പറ്റുമെന്ന്. ശ്രമിക്കും സീത, അവസാന നിമിഷം വരെ ഞാൻ അതിന് ശ്രമിക്കും. അതെന്തായാലും വേണ്ട. ഒരു മത്സരമാവുമ്പോ അതിനൊരു സമയപരിമിതി വേണം. ഉത്സവത്തിന്റെ തലേന്ന് വരെ ഇയാൾക്ക് ഞാൻ സമയം തരാം. അതിനുള്ളിൽ ഇയാള് പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ നമുക്കപ്പ നോക്കാം. അല്ല അച്ഛാ, പിന്നെ സീതയുടെ മുമ്പിൽ പോലും അർണവ് ദേവമൂർത്തിയെ കണ്ടുപോകരുത്. സീത, ഐ വിൽ ഷോ യു. നീ എന്നെ ലവ് பண்ணுவே. മോളെ, നിനക്കാ ആരാന്ന് പറഞ്ഞില്ല. ഇതിപ്പാരാ എന്നെ വിളിക്കാൻ? ഹലോ, ആരാ? ഞാൻ ഹരിനാരായണൻ. നീയും ആ മറ്റവനും കൂടി തല്ലിച്ചതിച്ചു വിട്ടത് എന്റെ കൂട്ടുകാരനെയാ. ഇതിനുള്ള പണി ഈ ഹരി തന്നിരിക്കും. അവനോട് ചെവി നുള്ളിക്കോളാൻ പറ, അവൻ താങ്ങില്ല. ഹരിനാരായണ, അറിയാത്ത പിള്ള ചൊറിയും പറയുന്നല്ലേ. നീ അയാളെ തൊട്ടാ നീ അറിയും ഞാൻ ആരാണെന്നും അയാൾ ആരാണെന്നും. നമുക്ക് നോക്കാം സീതാലക്ഷ്മി. എടാ, നിങ്ങളെ രണ്ടുപേരെയും ഇന്നലെ ബസ് കയറ്റി വിട്ടതല്ലേ? ഹോ, ഒന്നും പറയണ്ട. ഈ കുരുപ്പിന്റെ ഒടുക്കത്തൊരടി. അടിയോ? അതെ ആന്റി, ഇവളാ ബസ്സിലെ കണ്ടക്ടറെ. അതെ, നിർത്തിക്കേ. ഞാൻ മാത്രോ? മോൻ കാരണം എല്ലാം ഉണ്ടായി. ഡി കുരുപ്പേ. ഡേയ്, എന്നടാ ഇത്? എന്താ പ്രോബ്ലം? അതെ, ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്. എടാ അർണവേ, ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്.
ഓ, ആരേലൊന്ന് പറയൂ. ഞാൻ പറയാം. എടാ നീരജെ, കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു പാവം പിടിച്ച കൊച്ചടാ. അതിനെ കണ്ടാലേ അറിയാം ഒരു പ്രാക്കാണെന്ന്. ആ പാവത്തിന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി ചുമ്മാ ഞാനീ കമ്പനി കൊടുത്തതാടാ. ഈ പിശാശ് അതിന്റെ ഇടയിൽ കയറി ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കിന്നേ. ഞാനതൊന്ന് ചോദിച്ചു. പിന്നെ അടിയായി പിടിയായി. ഞങ്ങളെ പിടിച്ച് മാറ്റാൻ വന്ന ആ കണ്ടക്ടറെ ദാ ഈ കാലത്ത് ഒരു ചവിട്ടും കൊടുത്തു. ആള് ഞങ്ങളെ പുറത്താക്കി. പിന്നെ ആളെയും ഒന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി ചവിട്ടല്ലേ ഇവള് കൊടുത്തത്. മക്കളിപ്പോ അകത്തോട്ട് കയറി വാ, അമ്മ ചായ എടുക്കാം. നീരജ്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാടാ. നീ എവിടേക്കാ പോകുന്നേ? ചുമ്മാ ജസ്റ്റ് ഒരു വോക്ക്. നമ്മുടെ സീത ഇതെല്ലാം കേട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇത് കേട്ടതും അർണവിന്റെ പിന്നാലെ പോകുന്നു. ഹലോ സീത മാഡം. അല്ല, സീതാലക്ഷ്മി എന്റെ പുറകെ വന്നതാണോ? ഓ ഗോഡ്, എന്റെ കാര്യത്തില് ഒരു കരുതലും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? ഇയാൾക്ക് എന്തൊക്കെയാ പറയണത്? സ്ഥലകാലബോധം ഇല്ലാണ്ടായോ? വായില് തോന്നുന്നതൊക്കെ ഇങ്ങനെ പറയാ. ഞാൻ എന്തിനാ തന്റെ പുറകെ വരണേ? എനിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ താൻ എങ്ങോട്ടാ സീത? ഞാൻ എങ്ങോട്ടായാലും തനിക്കെന്താ? ഓഹോ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഉറപ്പിക്കും താൻ എന്നെ ഫോളോ ചെയ്ത് വന്നതാന്ന്. ഓ, ഇതെന്തൊരു കഷ്ടാ. എന്റെ തേവരയെ, ഞാൻ വായനശാലയ്ക്കാ, അല്ലാതെ തന്റെ പുറകെ വന്നിട്ട് എനിക്കെന്തിനാ? അടിയേ സീത! I love you so much, my ഇളവരസി. എന്താടി നിനക്ക് പറ്റിയേ? മുഖം കടന്നൊരു കുത്തിയ പോലെ. എന്റെ മുഖം എങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താ? ഈ പെണ്ണ്, എന്റെ കർത്താവേ, ഇങ്ങനൊരു സാധനം. തമ്പുരാനെ. എന്താ രാമനായരെ? മേലെടുത്ത് തറവാട്ടിന്ന് ഒരു അതിഥിയുണ്ട്. മേലെടുത്തെന്നോ? കയറി വരാൻ പറ. ആദി, എന്തൊക്കെയുണ്ടടാ? സുഖല്ലേ നിനക്ക്? സുഖം സുഖം. എത്രയായി നിന്നെ കണ്ടിട്ട്? എന്താ വിശേഷിച്ച്? അതാദി, ഇന്നലെ പ്രത്യേകിച്ചൊന്നുമില്ലാച്ചാലും ഒരു കാര്യമുണ്ട് താനും. എന്തിനാ സൂര്യ ഒരു മുഖവര? ഞാനും കുടുംബവും ഇവിടെ എന്റെ ഓപ്പോളിന്റെ വീട്ടില് വന്നതാ. ഇന്നലെ ക്ഷേത്രത്തിലും വന്നിരുന്നു. അവിടെ വെച്ച് നിന്റെ മോളെ എന്റെ മോന് വലിയ ഇഷ്ടായി. എനിക്ക് ആണായും പെണ്ണായും ഒന്നേ ഉള്ളൂ, ഹർഷനാഥ് എന്ന പേര്. ഇപ്പോ ബാംഗ്ലൂരില് ഒരു കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യാ അയാള്. കല്യാണപ്രായമായിട്ടും വേളി വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാ. ഇന്നലെ മോളെ കണ്ടപ്പോ നാളെ ഞങ്ങൾ തിരികെ ഇല്ലത്തേക്ക് മടങ്ങും. സമ്മതാച്ച ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തായിരുന്നു. അത് പിന്നെ 2 പെൺകുട്ടികളാ, അതിലാരെയാ? സീതാലക്ഷ്മി ആ കുട്ടിയാണ്. സൂര്യ, നീ നാളെ എല്ലാവരെയും കൂട്ടി വരിക അങ്ങോട്ട്. പെണ്ണ് കാണാൻ മാത്രല്ല കേട്ടോ, നമ്മുടെ സൗഹൃദം പുതുക്കൽ കൂടെ ആവൂല്ലോ.
എന്നാൽ അങ്ങനെ ആവട്ടെ, ഞാൻ ഇറങ്ങാ ആദി. അമ്മാവാ, ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല എല്ലാം അറിഞ്ഞിട്ടും. പിന്നെന്താ ചെയ്യാ കുട്ടിയെ, അവനോട് പറ്റില്ല എന്ന് പറയണമായിരുന്നോ? പണ്ട് എന്നെ ഒരുപാട് സഹായിച്ചവനാ, എന്റെ ഉറ്റ ചങ്ങാതിയാ. ഇന്നിപ്പോ ഇങ്ങനൊരു ആവശ്യം പറയുമ്പോ പറഞ്ഞ പാടെ മറുത്തൊന്നും പറയാൻ എനിക്കാവില്ല. ഇനിയിപ്പോ വരണ്ടാന്നെങ്ങനെയാ? അച്ഛാ, ഇതിന് അച്ഛൻ എന്തിനാ വിഷമിക്കണേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവര് വരട്ടെ. അവര് പെണ്ണ് കണ്ടു പോയിന്ന് വെച്ച് ഇപ്പൊ എന്താ? ഇനിയിപ്പോ വാക്കൊന്നും മാറ്റി പറയണ്ട. നാളെ അവര് വന്നോട്ടെ. സാവിത്രി, എല്ലാം തയ്യാറായില്ലേ? സൂര്യയും കുടുംബവും എത്താറായിന്നാ പറഞ്ഞേ. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ആദ്യേട്ടാ, സീതമോള് ഈ വേലയ്ക്ക് സമ്മതിക്കൂ? സാവിത്രി, ഇതിനുള്ള ഉത്തരം നിന്റെ മനസ്സിൽ എന്താ തോന്നണത്? അത് തന്നെയാ എന്റെ മനസ്സിലും. സീതയാ സാവിത്രി അത്. അവൾക്ക് ആരോട് ഇഷ്ടം തോന്നണമെങ്കിലും അതിനവൾ തന്നെ വിചാരിക്കണം. ഓ ഗോഡ്, എൻ കൺട്രോൾ മൊത്തമാ പോകുത്. സീതാ, യു വിൽ പേ ഫോർ ദിസ്. എടാ അർണവേ, നീ എന്റെ ഫേസ് ക്രീം കണ്ടായിരുന്നോ? എന്റെ ഫേസിനൊക്കെ വല്ലാത്തൊരു വാട്ടം. ഇന്ന് അതൊക്കെ തേച്ച് ഒന്ന് സെറ്റായി നിക്കണം. ഓ, അവന്റെ ഒരു ഇവിടെ മനുഷ്യന് പ്രാന്ത് പിടിച്ച് നിക്ക. അപ്പോഴവൻ ഇവനിതെന്ത് വല്ലാത്തൊരു പാട് തന്നെ. ചേച്ചിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. വരുന്നവരൊക്കെ മൂക്കും കുത്തി വീഴും, അത് ഉറപ്പാ. സോ ക്യൂട്ട് ചേച്ചിക്കുട്ടി. ഋതു, മഹി എവിടെ? മഹിക്ക് നല്ല ഫീവർ ഉണ്ട്, അവളെ റെസ്റ്റ് എടുക്കാം. അയ്യോ, ആണോ? എന്നാ ഞാൻ നോക്കിയിട്ട് വരാം. ചേച്ചി എവിടെ ഇരുന്നോ? അമ്മ ചേച്ചി മരുന്നൊക്കെ കൊടുത്തതാ. പിന്നെ അവരിപ്പോ വരുന്നാ കേട്ടെ. ചേച്ചി ഇവിടെ കൂളായിരിക്കെ, ഞാൻ പോയി നോക്കാം. സീത, സീത, എന്തൊക്കെയാ ഇത്? എന്തിനാ താൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങുന്നേ? ആഹാ, അത് കൊള്ളാം. ഇന്നെന്നെ കാണാൻ ഒരു കൂട്ടർ വരുമ്പോ ഇത്രയെങ്കിലും ഒരുങ്ങാതെ എങ്ങനെയാ? ഞാൻ നല്ല സുന്ദരിയായി നിന്നാലല്ലേ എന്നെ വരുന്നവര് നോക്കുള്ളൂ. എടോ, താനിതെന്താ കാണിക്കണേ? വിട്ടേ എന്നെ, വിടാൻ. ദേ സീത, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും കാണാനോ നോക്കാനോ ഉള്ളതല്ല നീ. നീ എന്റെയാ, എന്റെ മാത്രം. നീ ഇങ്ങനെ മറ്റാർക്കും വേണ്ടി ഒരുങ്ങുന്നത് എനിക്കിഷ്ടല്ല. എനിക്ക് വേണ്ടി മാത്രം നീ ഇങ്ങനെ ഒരുങ്ങിയാ മതി. ഈ അർണവിന്റെ പെണ്ണാവാൻ വേണ്ടി മാത്രം.